ന്യൂ ജനറേഷൻ സിനിമക്കാർക്കെതിരെ സിനിമാ സംവിധായകൻ ബാലു കിരിയത്തിന്റെ വിമർശനം. ആരെയും ബഹുമാനിക്കാത്ത ഇവർ സിനിമയുടെ ശാപമാണെന്നും ഈ സമീപനം മലയാള സിനിമയ്ക്ക് ഗുണകരമല്ലെന്നും ബാലു കിരിയത്ത് പറഞ്ഞു. സിനിമാ നടീനടന്മാരുടെ പേരിൽ അവാർഡ് നൽകുന്ന സർക്കാർ നിർമ്മാതാക്കളെ കൂടി അംഗീകരിക്കണമെന്നും ബാലു കിരിയത്ത് പാലക്കാട് പറഞ്ഞു. മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ ഭാർഗവി നിലയം സിനിമയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സിനിമാ നിർമ്മാതാക്കളെ അവഗണിക്കുന്ന പ്രവണതയ്ക്കെതിരെ സംവിധായകനായ ബാലു കിരിയത്ത് വിമർശനം ഉന്നയിച്ചത്. സംവിധായകനിലൂടെ ഒരുക്കിക്കൊണ്ടുവന്ന തിരക്കഥയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും പോലെ ഉരുവിടുന്നു, നന്നായി അഭിനയിക്കുന്നൊക്കെ എല്ലാ നിർമ്മാതാക്കളുടെ ചിലരാണ്. എന്നിട്ട് പോയി ബീഡി കമ്പനിക്ക് വരെ ബ്രാൻഡ് അംബാസിഡറായി നിന്നിട്ട് പത്മശ്രീ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവരാണ്. ന്യൂ ജനറേഷൻ സിനിമയുണ്ടാകുന്നത് നല്ലതാണെങ്കിലും ന്യൂ ജനറേഷൻ നടീനടന്മാർ മാന്യമായി പെരുമാറാൻ പോലും അറിയാത്തവരാണെന്ന് ബാലു കിരിയത്ത് പറഞ്ഞു. ന്യൂ ജനറേഷൻ നടന്മാർ, ന്യൂ ജനറേഷൻ ഹീറോസ് ഉണ്ടാകുന്നത് സിനിമയ്ക്ക് ശാപമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നുള്ള കാഴ്ച. കാരണം ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ടെലിഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. ഒരു പകുതി പടം ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ചെന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഭാർഗവി നിലയമാണ് മലയാളത്തെ ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമയെന്നും ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ടെന്നും ബാലു കിരിയത്ത് വ്യക്തമാക്കി. റിപ്പോർട്ടർ, പാലക്കാട്.